ദൈവം നമ്മുടെ ഉള്ളിൽ മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ദൈവം നമ്മുടെ ഉള്ളിൽ വളർച്ച ആഗ്രഹിക്കുന്നുണ്ട്. ദൈവത്തിന് ഏറ്റവും ഇഷ്ടമുള്ളത് നമ്മുടെ ശുദ്ധീകരണമാണ്, നമ്മുടെ വളർച്ചയാണ്. ഓരോ ദിവസവും ക്രിസ്തു തുല്യരായി മാറുന്നതിൽ നാം എവിടെ എത്തിയിരിക്കുന്നു എന്ന് പരിശോധിക്കണം. സ്തോത്രം. Salvation is not just reconnecting back to God. Salvation is reconnecting with other people. Restoration of our relationships. രക്ഷ എന്ന് പറയുന്നത് ദൈവവുമായിട്ടുള്ള ആഴമേറിയ ബന്ധം എന്നുള്ളത് മാത്രമല്ല, മനുഷ്യരുമായിട്ടുള്ള നമ്മുടെ ബന്ധം എങ്ങനെയായിരിക്കുന്നു. ചില പറയാറുണ്ട്, എന്നെ മാറ്റാൻ നടക്കത്തില്ല, എന്നെ മാറ്റാൻ ആർക്കും കഴിയില്ല. സ്തോത്രം. അങ്ങനെ പറയാനായിട്ട് കഴിയില്ല. ആരെയും മാറ്റാൻ കർത്താവിന് കഴിയും. ആരുടെ ഉള്ളിൽ രൂപാന്തരം കൊണ്ടുവരാൻ കർത്താവിന് കഴിയും. നമ്മിൽ മാറ്റമുണ്ടാക്കുന്നത് കർത്താവാണ്. ഏതു മനുഷ്യനെ രൂപാന്തരപ്പെടുത്താൻ കർത്താവിന് കഴിയും. ഈ മാറ്റമില്ല എങ്കിൽ നാം പറയുന്ന സുവിശേഷം വ്യർത്ഥമാണ്. ഈ പരിവർത്തനം നമ്മിൽ സംഭവിക്കുന്നില്ലെങ്കിൽ the powerful gospel is our changed life itself. The most powerful gospel is our changed lives. The most powerful gospel is our transformed lives. ട്രാൻസ്ഫർമേഷന് പറ്റിയ സ്ഥലം സഭയാണ്. അതുകൊണ്ടാണ് ദൈവം നമ്മെ ഇങ്ങനെ ഒരു ഇടത്ത്, ഞാൻ പലപ്പോഴും ചിന്തിക്കുന്നുണ്ട്, കർത്താവ് ദൈവവുമായിട്ടുള്ള ബന്ധം ശരിയായ മതിയെങ്കിൽ ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിർത്തിയാൽ പോരായിരുന്നു. എന്തിനാണ് ഈ പല സ്വഭാവങ്ങളുള്ള പലതരത്തിലുള്ള മനുഷ്യരുമായിട്ട് ഞങ്ങൾ ഇങ്ങനെ ഒന്നിപ്പിച്ച് കൊണ്ടുപോകുന്നത്? ഗോഡ് സേസ്, ഇവിടെയാണ് നമ്മുടെ പ്രാക്ടിക്കാലിറ്റി മുഴുവൻ അളക്കുന്നത്. ചർച്ച് ഈസ് ദ പ്ലേസ് വെയർ ട്രാൻസ്ഫോർമേഷൻ ടേക്സ് പ്ലേസ്. സഭയ്ക്കകത്താണ് മാനസാന്തരവും പുതുക്കവും പരിവർത്തനവും സംഭവിക്കുന്നത്. എത്ര പേര് തിരിച്ചറിയുന്നുണ്ട്? എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? വി ലവ് അവർ ചർച്ച്, വി ലവ് അവർ കമ്മ്യൂണിറ്റി. പീപ്പിൾ ആർ ഡിഫറെന്റ്. പല സ്വഭാവത്തിലുള്ളവരുണ്ട്, പല തരത്തിലുള്ള മനുഷ്യരുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. പക്ഷെ അവിടെയാണ് ദൈവം നമ്മളെ മാറ്റുവാൻ ആഗ്രഹിക്കുന്നത്. എന്നെ പോലെ തന്നെ മറ്റുള്ളവനും അവിടെയാണ് വർധനവ് പ്രാപിക്കുന്നത്, പരിവർത്തനം ആഗ്രഹിക്കുന്നത്. ഓരോ ദിവസവും ഞങ്ങളെ ക്രിസ്തു തുല്യരാക്കി തീർക്കണമേ. അതാണ് ആത്മീക വർധന. ആത്മീക വർധന എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നുന്നൊരു ഫീലിംഗ് അല്ല. സ്പിരിച്വൽ ഗ്രോത്ത് ഈസ് നോട്ട് ജസ്റ്റ് എ ഫീലിംഗ്. when you go after a worship, ഒരു വൈബ്രന്റ് വർഷിപ്പ് കഴിഞ്ഞു പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് അല്ല സ്പിരിച്വൽ ഗ്രോത്ത് എന്ന് പറയുന്നത്. സ്പിരിച്വൽ ഗ്രോത്ത് എന്ന് പറയുന്നത് ക്രിസ്തു തുല്യരായി നാം മാറുന്ന പ്രവൃത്തിയാണ്. ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ക്രിസ്തു തുല്യരായി നാം മാറുന്നില്ല എങ്കിൽ നമ്മുടെ പാട്ടും പ്രാർത്ഥനയും പ്രസംഗവും വ്യർത്ഥമാണ്. Again and again, God is Spirit is asking us to change.